നിങ്ങളുടെ ഇമോഷണൽ ബേസ്മെന്റിൽ ഇതേപോലെയുള്ള ദുഃഖങ്ങളുണ്ടെങ്കിൽ അതിനെ ബഹിഷ്കരിക്കണം. ശ്രദ്ധിക്കുക, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ആരോടും ഇത് പങ്കുവയ്ക്കുവാനില്ലെങ്കിൽ ഞാനൊരാളിനെ പരിചയപ്പെടുത്തി തരാം. നമുക്ക് വളരെ ബഹുമാന്യയാകുന്ന ഒരു വനിതയെ പഴയ നിയമത്തിൽ കാണാൻ കഴിയുന്നുണ്ട്, ഒരു നോബിൾ വുമൺ, ഹന്ന. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ ഹന്നയെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹന്ന അനുഭവിച്ച ആന്തരിക വേദനകൾ ചെറുതാണ്, വലിയ വേദന. അന്നത്തെ കാലത്ത് എൽക്കാനയ്ക്ക് നമ്മുടെ അറിവനുസരിച്ച് 2 ഭാര്യമാരെന്നാണ്, ചിലപ്പോൾ അതിൽ കൂടുതൽ കാണാൻ സാധ്യതയുണ്ട്. എത്രയുമാകട്ടെ, ആ 2 ഭാര്യമാരുള്ള എൽക്കാനയ്ക്ക് പൂർണ്ണ സ്നേഹം ഹന്നയ്ക്ക് കൊടുക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഭർത്താവിൽ നിന്ന് അവൾക്ക് പൂർണ്ണ സ്നേഹം ലഭിക്കുന്നില്ല. രണ്ടാമത്തെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് മക്കളില്ല. അന്നത്തെ സമൂഹത്തിൽ ഒരു സ്ത്രീക്ക് പിള്ളേരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിജക്ഷൻ, ശാപം. ഇനി 3, എൽക്കാനയുടെ ഭാര്യയാകുന്ന പെനീനയ്ക്ക് മക്കളുണ്ട്, അവൾ വിജയിയ. ഈ വിജയിയായിരിക്കുന്ന ഈ പെനീന ഈ പാവം പിടിച്ച ഹന്നയെ പീഡിപ്പിക്കുക, പോക്കിംഗ് മിനിസ്ട്രി, കുത്തുക, വാക്കുകൊണ്ട് കുത്തുക. ഈ ഒരുത്തി വീട്ടിൽ വെറുതെ ഇരിക്കുന്നു, പിള്ളാരുമില്ല, തിന്നു മുടിക്കുകയാണ്, കുത്തുകയാണ്. ഈ സഹോദരി ശ്രദ്ധിക്കണം, പെനീന തന്നെ പീഡിപ്പിക്കുന്ന കാര്യം എൽക്കാനയോട് പറഞ്ഞോ? ഇല്ല. അതാണ് ആ സഹോദരിയുടെ മേൽ ആദരവിനെ വർഷിപ്പിക്കുവാൻ അവൾ യോഗ്യയാകുന്നു, അവൾ ബഹുമാന്യ വനിതയാകുന്നു എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അവൾ ഭർത്താവിനോട് പറഞ്ഞില്ല. കാരണം എന്താണെന്ന്, ഭർത്താവിനോട് പറഞ്ഞാൽ വീട്ടിൽ അടി നടക്കും, അവളെ പുറത്താക്കും, ഭയങ്കര അടി നടക്കും. അപ്പോൾ ഈ മാന്യ വനിത ഇത് മുഴുവൻ ചെന്ന് ആരോടാ പറയുന്നത്? യഹോവയാകുന്ന ദൈവത്തോട്. നിങ്ങൾക്ക് പങ്കുവയ്ക്കുവാൻ ആരുമില്ല എങ്കിൽ ഞാനൊരാളെ പരിചയപ്പെടുത്തി തരാം. യേശുവിനോട് നിങ്ങൾക്ക് ഇതെല്ലാം പങ്കുവയ്ക്കാൻ കഴിയും. യേശുവിൻ്റെ സന്നിധിയിൽ പോയി ഇത് പങ്കുവെച്ച് കരഞ്ഞ് കണ്ണുനീരിലൂടെ ഈ അകത്തുള്ള വേദനകളെ മുഴുവൻ പുറത്ത് കളയണം. പുറത്ത് കളഞ്ഞ് മനസ്സിന് ആരോഗ്യമുള്ളൊരു വ്യക്തിയായി ജീവിക്കണമെന്നാണ്, വികാരങ്ങളുടെ മേഖലയിൽ മനസ്സിന് ആരോഗ്യമുള്ളൊരു വ്യക്തിയായി ജീവിക്കണമെന്നാണ് പരിശുദ്ധാത്മാവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്.